ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 തുല്യത എക്കണോമിക്സിന്റെ 2026 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നത് എന്ന്? ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നത് എന്ന്? ഓപ്ഷൻസ്: എ 1947, ബി 1921, സി 2000, ഡി 1950. പാർട്ട് 1 പേജ് നമ്പർ 14 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി 1921. ആൻസർ ഓപ്ഷൻ ബി 1921. 1921 വരെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 1ാം ഘട്ടത്തിലായിരുന്നു. 1921 വരെ ഇന്ത്യ ജനസംഖ്യാ പരിവർത്തനത്തിന്റെ 1ാം ഘട്ടത്തിലായിരുന്നു. 1921 ശേഷം ഇന്ത്യ 2ാം ഘട്ടത്തിൽ പ്രവേശിച്ചു. 1921 ശേഷം ഇന്ത്യ 2ാം ഘട്ടത്തിൽ പ്രവേശിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 2. കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻസ്: എ ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുക. ബി വിദ്യാഭ്യാസ പുരോഗതിയെ കുറിച്ച് പഠിക്കുക. സി ഭൂപരിഷ്കരണത്തെ കുറിച്ച് പഠിക്കുക. ഡി ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കുക. പാർട്ട് 1 പേജ് നമ്പർ 28 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുക. 1955 വില്യം കാർവേ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഗ്രാമീണ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3. ദാരിദ്ര്യം നിർണയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ആര്? ദാരിദ്ര്യം നിർണയിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻസ്: എ ജവഹർലാൽ നെഹ്റു, ബി അംബേദ്കർ, സി മഹാത്മാഗാന്ധി, ഡി ദാദാഭായ് നവറോജി. പാർട്ട് 1 പേജ് നമ്പർ 49 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഡി ദാദാഭായ് നവറോജി. ഡി ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ദരിദ്രരെ നിശ്ചയിക്കാനായി ആദ്യമായി ഒരു രൂപരേഖ തയ്യാറാക്കിയത് ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ദരിദ്രരെ നിശ്ചയിക്കാനായി ആദ്യമായി ഒരു രൂപരേഖ തയ്യാറാക്കിയത് ദാദാഭായ് നവറോജി. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ പറയുന്നവയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനം ഏത്? താഴെ പറയുന്നവയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനം ഏത്? ഓപ്ഷൻസ്: എ NCERT, ബി SCERT, സി ICMR, ഡി AICTE. പാർട്ട് 1 പേജ് നമ്പർ 71 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ICMR. ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിയന്ത്രക സ്ഥാപനങ്ങൾ: 1 ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, 2 നഴ്സിംഗ് കൗൺസിൽ, 3 ഫാർമസി കൗൺസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്നതിനായി 1982 സ്ഥാപിതമായ ഉന്നതാധികാര സ്ഥാപനം ഏത്? ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്നതിനായി 1982 സ്ഥാപിതമായ ഉന്നതാധികാര സ്ഥാപനം ഏത്? ഓപ്ഷൻസ്: എ സ്വാശ്രയ ഗ്രൂപ്പുകൾ, ബി RBI, സി ഭൂവികസന ബാങ്ക്, ഡി നബാർഡ്. പാർട്ട് 1 പേജ് നമ്പർ 83 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഡി നബാർഡ്. ആൻസർ ഡി നബാർഡ്. ഗ്രാമീണ കാർഷിക മേഖലയിലെ വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നതാധികാര സ്ഥാപനമാണ് 1982 സ്ഥാപിതമായ നബാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ചൈനയെ വളരെ വേഗം വ്യവസായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1958 നടപ്പിലാക്കിയ നയം.
ചൈനയെ വളരെ വേഗം വ്യവസായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1958 നടപ്പിലാക്കിയ നയം? ഓപ്ഷൻസ്: എ പോളിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം, ബി കമ്മ്യൂൺ സമ്പ്രദായം, സി ഇരട്ട വില സമ്പ്രദായം, ഡി മഹത്തായ കുതിച്ചുചാട്ടം. പാർട്ട് 1 പേജ് നമ്പർ 131 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി മഹത്തായ കുതിച്ചുചാട്ടം. ആൻസർ ഓപ്ഷൻ ഡി മഹത്തായ കുതിച്ചുചാട്ടം. ചൈനയെ വളരെ വേഗം വ്യവസായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1958 കാർഷിക വ്യാവസായിക മേഖലകളിൽ നടപ്പിലാക്കിയ നയങ്ങളാണ് മഹത്തായ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ ഖനനം, ബി ഗതാഗതം, സി മത്സ്യബന്ധനം, ഡി വനവൽക്കരണം. പാർട്ട് 1 പേജ് നമ്പർ 14 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ബി ഗതാഗതം. ആൻസർ ബി ഗതാഗതം. ഖനനം, മത്സ്യബന്ധനം, വനവൽക്കരണം പ്രാഥമിക മേഖലയിലും ഗതാഗതം തൃതീയ മേഖലയിലും ഉൾപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏതാണ്? താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് ഏതാണ്? ഓപ്ഷൻസ്: എ പെട്രോളിയം, ബി കൽക്കരി, സി സൗരോർജം, ഡി ഇവയൊന്നുമല്ല. പാർട്ട് 1 പേജ് നമ്പർ 124 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ സൗരോർജം. ആൻസർ സൗരോർജം. പാരമ്പര്യേതര ഊർജമായി കണക്കാക്കാൻ കഴിയുന്നത് സൗരോർജം, കാറ്റ്, തിരമാല എന്നിവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നതിനായി നടത്തുന്ന പരീക്ഷണ സർവേയുടെ പേരെന്ത്? യഥാർത്ഥ സർവേയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള തെറ്റുകൾ മനസ്സിലാക്കുന്നതിനായി നടത്തുന്ന പരീക്ഷണ സർവേയുടെ പേരെന്ത്? എ സെൻസസ് സർവേ, ബി പ്രാഥമിക സർവേ, സി പൈലറ്റ് സർവേ, ഡി ദ്വിതീയ സർവേ. പാർട്ട് 2 പേജ് നമ്പർ 21 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ സി പൈലറ്റ് സർവേ. ആൻസർ സി പൈലറ്റ് സർവേ. യഥാർത്ഥ സർവേ നടത്തുന്നതിന് മുൻപ് നടത്തപ്പെടുന്ന ഒരു പരീക്ഷണ സർവേയാണ് പൈലറ്റ് സർവേ. ക്വസ്റ്റ്യൻ നമ്പർ 10. R = 1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത്? R = 1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ത്? ഓപ്ഷൻസ്: എ പോസിറ്റീവ് സഹബന്ധം, ബി പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം, സി നെഗറ്റീവ് സഹബന്ധം, ഡി സഹബന്ധം ഇല്ല. പാർട്ട് 2 പേജ് നമ്പർ 114 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. ആൻസർ ഓപ്ഷൻ ബി പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. R = 1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണ പോസിറ്റീവ് ആണ്. R = 1 ആയാൽ ചരങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണ പോസിറ്റീവ് ആണ്. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 11. ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ എഴുതുക. ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ എഴുതുക. പാർട്ട് 2 പേജ് നമ്പർ 138 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ നോക്കാം. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് പ്രൊജക്റ്റുകൾ. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികളാണ് പ്രൊജക്റ്റുകൾ. ഒരു പ്രൊജക്റ്റിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും നടപ്പിലാക്കേണ്ട മേഖലയും കാലയളവും കൃത്യമായി പ്രതിപാദിച്ചിരിക്കും. ഒരു പ്രൊജക്റ്റിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും നടപ്പിലാക്കേണ്ട മേഖലയും കാലയളവും കൃത്യമായി പ്രതിപാദിച്ചിരിക്കും. പ്രൊജക്റ്റ് രൂപീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ: 1. പ്രശ്നത്തെ തിരിച്ചറിയുക അഥവാ പഠന മേഖല നിർണയിക്കുക. പ്രശ്നത്തെ തിരിച്ചറിയുക അഥവാ പഠന മേഖല നിർണയിക്കുക. 2. പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കൽ. 2. പഠന ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കൽ. 3. ദത്തങ്ങളുടെ ശേഖരണം. 3. ദത്തങ്ങളുടെ ശേഖരണം.
4 ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും. ദത്തങ്ങളുടെ വർഗീകരണവും അവതരണവും. 5 അപഗ്രഥനവും വ്യാഖ്യാനവും. അപഗ്രഥനവും വ്യാഖ്യാനവും. 6 ഉപസംഹാരം. 6 ഉപസംഹാരം. 7 ഗ്രന്ഥസൂചിക. 7 ഗ്രന്ഥസൂചിക. ഈ പറഞ്ഞ 7 പോയിന്റ് ആണ് പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ. ഏതെങ്കിലും 2 or 3 എണ്ണം എഴുതിയാൽ മതിയാകും. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ എഴുതുക. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസങ്ങൾ എഴുതുക. പാർട്ട് 1 പേജ് നമ്പർ 20 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ നോക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ്. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനാണ്. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. സാമ്പത്തിക ലക്ഷ്യം ലാഭം നേടുക എന്നതാണ്. സാമ്പത്തിക ലക്ഷ്യം ലാഭം നേടുക എന്നതാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സാമൂഹിക ക്ഷേമവും സമത്വവും ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സാമൂഹിക ക്ഷേമവും സമത്വം ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഉൽപാദനവും വിലയും ആവശ്യ വിതരണ ശക്തികൾ നിർണയിക്കുന്നു. ഉൽപാദനവും വിലയും ആവശ്യ വിതരണ ശക്തികൾ നിർണയിക്കുന്നു. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഉൽപാദനവും വിതരണവും സർക്കാർ ആസൂത്രണം ചെയ്ത് നിശ്ചയിക്കുന്നു. ഉൽപാദനവും വിതരണവും സർക്കാർ ആസൂത്രണം ചെയ്ത് നിയന്ത്രിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എന്ത്? ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി എന്ത്? പാർട്ട് 1 പേജ് നമ്പർ 28. ആൻസർ. കുറഞ്ഞ മൂലധനവും പരിമിതമായ തൊഴിലാളികളും ഉപയോഗിച്ച് ചെറിയ തോതിൽ ഉൽപാദനം നടത്തുന്ന വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് വിളിക്കുന്നത്. കുറഞ്ഞ മൂലധനവും പരിമിതമായ തൊഴിലാളികളും ഉപയോഗിച്ച് ചെറിയ തോതിൽ ഉൽപാദനം നടത്തുന്ന വ്യവസായങ്ങളെയാണ് ചെറുകിട വ്യവസായങ്ങൾ എന്ന് വിളിക്കുന്നത്. ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി. 1. ചെറുകിട വ്യവസായങ്ങൾ മിക്കവയും തൊഴിൽ ശക്തിയെ കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ചെറുകിട വ്യവസായങ്ങൾ മിക്കവയും തൊഴിൽ ശക്തിയെ കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. 2. ഇവയ്ക്ക് കുറഞ്ഞ മുതൽ മുടക്ക് മതിയായതിനാൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നു. ഇവയ്ക്ക് കുറഞ്ഞ മുതൽ മുടക്ക് മതിയായതിനാൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നു. 3. ചെറുകിട വ്യവസായങ്ങൾ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലായതിനാൽ ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായകമാകും. ചെറുകിട വ്യവസായങ്ങൾ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലായതിനാൽ ഗ്രാമങ്ങളുടെ വികസനത്തിന് സഹായകമാകും. 2 മാർക്കിനുള്ള ചോദ്യമാണ്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നമ്പർ 14. സന്തതചരവും അസന്തതചരവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. സന്തതചരവും അസന്തതചരവും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. പാർട്ട് 2 പേജ് നമ്പർ 32. ആൻസർ. സന്തതചരം. പൂർണ്ണസംഖ്യകളും ഭിന്നസംഖ്യകളും സ്വീകരിക്കും. പൂർണ്ണസംഖ്യകളും ഭിന്നസംഖ്യകളും സ്വീകരിക്കും. അസന്തതചരം. പൂർണ്ണസംഖ്യകൾ മാത്രം സ്വീകരിക്കും. പൂർണ്ണസംഖ്യകൾ മാത്രം സ്വീകരിക്കും. സന്തതചരം. ദശാംശ മൂല്യങ്ങൾ സ്വീകരിക്കും. ദശാംശ മൂല്യങ്ങൾ സ്വീകരിക്കും. അസന്തതചരം. ദശാംശ മൂല്യങ്ങൾ സ്വീകരിക്കില്ല. ദശാംശ മൂല്യങ്ങൾ സ്വീകരിക്കില്ല. സന്തതചരം. അളക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അളക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അസന്തതചരം. എണ്ണത്തിലൂടെ ലഭിക്കുന്നതാണ്. എണ്ണത്തിലൂടെ ലഭിക്കുന്നതാണ്. സന്തതചരം. ഉദാഹരണം: ഉയരം, ഭാരം, സമയം, ദൂരം. ഉയരം, ഭാരം, സമയം, ദൂരം. അസന്തതചരം. ഉദാഹരണം: വിദ്യാർത്ഥികളുടെ എണ്ണം, കുടുംബാംഗങ്ങളുടെ എണ്ണം, വാഹനങ്ങളുടെ എണ്ണം തുടങ്ങിയവ. ക്വസ്റ്റ്യൻ നമ്പർ 15. സൂചകങ്ങളുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. സൂചകങ്ങളുടെ 2 ഉപയോഗങ്ങൾ എഴുതുക. പാർട്ട് 2 പേജ് നമ്പർ 123. ആൻസർ.
ഒരു കൂട്ടം ചരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അളവ് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച് പ്രകടിപ്പിക്കുന്ന സംഖ്യകളെയാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ചരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അളവ് സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച് പ്രകടിപ്പിക്കുന്ന സംഖ്യകളെയാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. സൂചകങ്ങളുടെ ഉപയോഗങ്ങൾ: 1. സാധനങ്ങളുടെ വിലകളെ താരതമ്യം ചെയ്യുന്നതിനും അളക്കുന്നതിനും സഹായിക്കുന്നു. സാധനങ്ങളുടെ വിലകളെ താരതമ്യം ചെയ്യുന്നതിനും അളക്കുന്നതിനും സഹായിക്കുന്നു. 2. ബിസിനസ്സുകാർ, ഗവൺമെന്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുതലായവർക്ക് നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു. ബിസിനസ്സുകാർ, ഗവൺമെന്റ്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുതലായവർക്ക് നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നു. 3. രാജ്യത്തിന്റെ പണപ്പെരുപ്പ പ്രവണതകളും പണച്ചുരുക്ക പ്രവണതകളും അളക്കുവാൻ സൂചകങ്ങൾ സഹായിക്കുന്നു. രാജ്യത്തിന്റെ പണപ്പെരുപ്പ പ്രവണതകളും പണച്ചുരുക്ക പ്രവണതകളും അളക്കുവാൻ സൂചകങ്ങൾ സഹായിക്കുന്നു. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതിയാകും. 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? പാർട്ട് 1, പേജ് നമ്പർ 22. ആൻസർ: രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി ലഭ്യമായ വിഭവങ്ങൾ ക്രമബദ്ധമായി വിനിയോഗിക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സാമ്പത്തിക ആസൂത്രണം. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി ലഭ്യമായ വിവരങ്ങൾ ക്രമബദ്ധമായി വിനിയോഗിക്കുന്നതിനായി സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയാണ് സാമ്പത്തിക ആസൂത്രണം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ: 1. സാമ്പത്തിക വളർച്ച. രാജ്യത്തിന്റെ ഉൽപാദനവും ദേശീയ വരുമാനവും വർദ്ധിപ്പിക്കുക. രാജ്യത്തിന്റെ ഉൽപാദനവും ദേശീയ വരുമാനവും വർദ്ധിപ്പിക്കുക. 2. ആധുനികവൽക്കരണം. പുതിയ സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ രീതികളും ഉൽപാദന മേഖലയിൽ കൊണ്ടുവരിക. പുതിയ സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ രീതികളും ഉൽപാദന മേഖലയിൽ കൊണ്ടുവരിക. 3. സ്വാശ്രയത്വം. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കും. 4. സാമൂഹ്യ നീതി. വരുമാനവും സമ്പത്തിന്റെയും അസമത്വം കുറച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വികസനത്തിന്റെ നേട്ടങ്ങൾ ലഭ്യമാക്കുക. വരുമാനത്തിന്റെയും സമ്പത്തിന്റെയും അസമത്വം കുറച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വികസനത്തിന്റെ നേട്ടങ്ങൾ ലഭ്യമാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17. ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ ഏവ? പാർട്ട് 2, പേജ് നമ്പർ 51. ആൻസർ: വിവരങ്ങളെ വരികളിലും നിരകളിലുമായി ക്രമീകരിച്ച് വ്യക്തവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് പട്ടിക. വിവരങ്ങളെ വരികളിലും നിരകളിലുമായി ക്രമീകരിച്ച് വ്യക്തവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് പട്ടിക. ഒരു പട്ടികയുടെ പ്രധാന ഭാഗങ്ങൾ: 1. പട്ടിക നമ്പർ. പട്ടികയെ തിരിച്ചറിയാൻ നൽകുന്ന നമ്പർ. 2. ശീർഷകം. പട്ടികയുടെ ഉള്ളടക്കം വ്യക്തമാക്കുന്ന തലക്കെട്ട്. 3. നിരകളുടെ തലക്കെട്ട് അഥവാ ക്യാപ്ഷൻ. ഓരോ നിരയിലെയും വിവരങ്ങൾ സൂചിപ്പിക്കുന്ന തലക്കെട്ട്. 4. വരികളുടെ തലക്കെട്ട് അഥവാ സ്റ്റബ്സ്. ഓരോ വരിയിലെയും വിവരങ്ങൾ സൂചിപ്പിക്കുന്ന തലക്കെട്ട്. 5. പട്ടികയുടെ ഉള്ളടക്കം. പട്ടികയിലെ യഥാർത്ഥ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം. 6. അളവുകളുടെ യൂണിറ്റ്. വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവിന്റെ ഏകകം. 7. ഉറവിടം. വിവരങ്ങൾ ശേഖരിച്ച ഉറവിടം.
8 അടിക്കുറിപ്പ്. 8 അടിക്കുറിപ്പ്. പട്ടികയിലെ ചില വിവരങ്ങൾക്ക് ആവശ്യമായ അധിക വിശദീകരണം നൽകുന്ന കുറിപ്പ്. പട്ടികയിലെ ചില വിവരങ്ങൾക്ക് ആവശ്യമായ അധിക വിശദീകരണം നൽകുന്ന കുറിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? പാർട്ട് 1, പേജ് നമ്പർ 11. ആൻസർ: ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച പ്രധാന പ്രശ്നങ്ങൾ: 1. ഭൂനികുതി സമ്പ്രദായങ്ങൾ. ഭൂനികുതി സമ്പ്രദായങ്ങൾ. ജമീന്ദാരി, മഹൽവാരി, റയട്ട്വാരി തുടങ്ങിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ നിലവിലുണ്ടായിരുന്നു. ജമീന്ദാരി, മഹൽവാരി, റയട്ട്വാരി തുടങ്ങിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ നിലവിലുണ്ടായിരുന്നു. 2. ജലസേചന സൗകര്യങ്ങളുടെ അഭാവം. ജലസേചന സൗകര്യങ്ങളുടെ അഭാവം. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ജലസേചന നിക്ഷേപം സർക്കാർ നടത്തിയില്ല. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ജലസേചന നിക്ഷേപം സർക്കാർ നടത്തിയില്ല. 3. കാർഷിക മേഖലയോടുള്ള അവഗണന. കാർഷിക മേഖലയോടുള്ള അവഗണന. കർഷകരുടെ ക്ഷേമം കണക്കിലെടുത്തുള്ള സർക്കാർ നയങ്ങൾ ഉണ്ടായിരുന്നില്ല. കർഷകരുടെ ക്ഷേമം കണക്കിലെടുത്തുള്ള സർക്കാർ നയങ്ങൾ ഉണ്ടായിരുന്നില്ല. 4. കാലഹരണപ്പെട്ട കാർഷിക രീതി. കാലഹരണപ്പെട്ട കാർഷിക രീതി. കാലഹരണപ്പെട്ട കൃഷിരീതികൾ തുടരുകയും കാർഷിക ഉൽപാദനം പിന്നോക്കം നിൽക്കുകയും ചെയ്തു. കാലഹരണപ്പെട്ട കൃഷിരീതികൾ തുടരുകയും കാർഷിക ഉൽപാദനം പിന്നോക്കം നിൽക്കുകയും ചെയ്തു. 5. കർഷകരുടെ ദാരിദ്ര്യവും കടബാധ്യതയും. കർഷകരുടെ ദാരിദ്ര്യവും കടബാധ്യതയും. കർഷകരുടെ ജീവിത നിലവാരം താഴ്ന്നതും കടബാധ്യത വർദ്ധിച്ചതുമായിരുന്നു. കർഷകരുടെ ജീവിത നിലവാരം താഴ്ന്നതും കടബാധ്യത വർദ്ധിച്ചതുമായിരുന്നു. 6. ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തത. ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തത. മഴയെ ആശ്രയിച്ചുള്ള കൃഷി കൂടുതലായതിനാൽ ഉൽപാദനം സ്ഥിരതയില്ലാതെയായി. മഴയെ ആശ്രയിച്ചുള്ള കൃഷി കൂടുതലായിരുന്നതിനാൽ ഉൽപാദനം സ്ഥിരതയില്ലാതായി. ക്വസ്റ്റ്യൻ നമ്പർ 19. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക. പാർട്ട് 2, പേജ് നമ്പർ 19. ആൻസർ: സർവേയിൽ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ക്രമമായി തയ്യാറാക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് ചോദ്യാവലി. സർവേയിൽ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ക്രമമായി തയ്യാറാക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് ചോദ്യാവലി. ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. ചോദ്യാവലി അധികം ദൈർഘ്യമുള്ളതാകരുത്. ചോദ്യാവലി അധികം ദൈർഘ്യമുള്ളതാകരുത്. 2. ചോദ്യങ്ങൾ വളരെ ലളിതവും മനസ്സിലാക്കാവുന്നതുമായിരിക്കണം. ചോദ്യങ്ങൾ വളരെ ലളിതവും മനസ്സിലാക്കാവുന്നതുമായിരിക്കണം. 3. 2 നെഗറ്റീവ് അർത്ഥമുള്ള ചോദ്യങ്ങൾ പാടില്ല. 2 നെഗറ്റീവ് അർത്ഥമുള്ള ചോദ്യങ്ങൾ പാടില്ല. 4. സങ്കീർണമായ കണക്കുകൂട്ടലുകൾ ചോദ്യാവലിയിൽ ഒഴിവാക്കണം. സങ്കീർണമായ കണക്കുകൂട്ടലുകൾ ചോദ്യാവലിയിൽ ഒഴിവാക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 20. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിന്റെ പ്രാധാന്യം എന്ത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിന്റെ പ്രാധാന്യം എന്ത്? പാർട്ട് 2, പേജ് നമ്പർ 14. ആൻസർ: സാമ്പത്തിക ശാസ്ത്രത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സാംഖികം ഉപയോഗിക്കുന്നു. പ്രധാന പ്രാധാന്യങ്ങൾ: 1. സാമ്പത്തിക ശാസ്ത്രത്തിലെ വസ്തുതകൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലെ വസ്തുതകൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്നു. 2. സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ നടപ്പാക്കലും അവയുടെ വിലയിരുത്തലും നടത്താൻ സഹായിക്കുന്നു. സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ നടപ്പാക്കലും അവയുടെ വിലയിരുത്തലും നടത്താൻ സഹായിക്കുന്നു. 3. സർക്കാരിന്റെ ആസൂത്രണത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു. സർക്കാരിന്റെ ആസൂത്രണത്തിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു.
4. ഭാവിയിലെ സാമ്പത്തിക പ്രവണതകൾ പ്രവചിക്കാൻ സഹായിക്കുന്നു. 4. ഭാവിയിലെ സാമ്പത്തിക പ്രവണതകൾ പ്രവചിക്കാൻ സഹായിക്കുന്നു. 5. സാമ്പത്തിക സൂചികകൾ തയ്യാറാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും വികസനവും വിലയിരുത്താൻ സഹായിക്കുന്നു. സാമ്പത്തിക സൂചികകൾ തയ്യാറാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും വികസനവും വിലയിരുത്താൻ സഹായിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനിയും ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.